RS ഫുട്ബോൾ ഹാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഇന്നലെ നടന്ന ബാഴ്സലോണ വേഴ്സസ് സെൽറ്റ വിഗോ ലാ ലീഗ മത്സരത്തെ കുറിച്ചാണ്. മത്സരം തുടങ്ങിയപ്പോൾ തന്നെ ശരിക്കും പ്രതീക്ഷിച്ചത് ലാസ്റ്റ് ചാമ്പ്യൻസ് ലീഗിലെ അവസാന മത്സരം ക്ലബ് വർക്ക്സ് ആയിട്ടുള്ള മത്സരത്തിന്റെ കണ്ടിന്യൂ ആയിരിക്കും ഈ മത്സരം എന്ന് തോന്നിപ്പോയി. കാരണം എന്താന്ന് പറഞ്ഞാൽ കളി തുടങ്ങി 10ാം മിനിറ്റില് ലെവൻഡോസ്കിയുടെ ഫസ്റ്റ് പെനാൽറ്റിയിലൂടെ ബാഴ്സ ലീഡ് ഉയർത്താണ്. തൊട്ട് മിനിറ്റില് 11ാം മിനിറ്റില് സെൽറ്റ വിഗോ തിരിച്ചടിക്കുകയാണ്. അതേപോലെ തന്നെ 37ാം മിനിറ്റിൽ ലെവൻഡോസ്കിയുടെ രണ്ടാമത്തെ ഗോളിലൂടെ ബാഴ്സ വീണ്ടും ലീഡ് ഉയർത്തിയാണ്. 43ാം മിനിറ്റിൽ വീണ്ടും സെൽറ്റ വിഗോ സമനില പിടിക്കുകയാണ്. 45ാം മിനിറ്റ് യമാലിന്റെ ഗോളോട് കൂടിയിട്ടാണ് ഒരു ശുഭപ്രതീക്ഷ. അപ്പോഴും പേടി തന്നെയാണ് സെക്കൻഡ് ഹാഫിൽ എന്തായിരിക്കും എന്നുള്ളൊരു കാര്യത്തിൽ. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മത്സരത്തിന് സമാനമായ ഡിഫൻസും ഓഫ്ലൈൻ ട്രാപ്പും കാര്യങ്ങളൊക്കെയാണ് ഈ മത്സരത്തിലും നമ്മൾ ഫസ്റ്റ് ഹാഫിൽ കണ്ടത്. പക്ഷെ സെക്കൻഡ് ഹാഫിൽ ഡ്രസ്സിംഗ് റൂമിൽ പോയപ്പോൾ അൻസിഫ്ലിക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത പ്ലേയേഴ്സിന്. അതിനാണ് സെക്കൻഡ് ഹാഫിൽ കുറച്ചുകൂടെ ബോൾ കൺട്രോളും അതേപോലെ ഓഫ്ലൈൻ ട്രാപ്പുകൾ ബീറ്റ് ചെയ്യാനുള്ള എല്ലാ ഇതുകളും അതേപോലെ സെൽറ്റ വിഗോയുടെ സെക്കൻഡ് ഹാഫിൽ കുറച്ച് അറ്റാക്കിങ്ങൾ എന്താ പറഞ്ഞാൽ പരമാവധി ഈ ബാഴ്സലോണ ഫസ്റ്റ് ഹാഫിൽ കുറച്ച് പ്രസിംഗ് യമാലിന്റെ ഭാഗത്തുനിന്ന് ലെവൻഡോസ്കിന്റെ ഭാഗത്തുനിന്ന് കണ്ടത് റാഷ്ഫോർഡും അതേപോലെ തന്നെ നമ്മുടെ ബാൽഡെയൊക്കെ അത്രയ്ക്ക് അങ്ങോട്ട് പ്രസിംഗ് പോരായിരുന്നു. അപ്പോൾ സെക്കൻഡ് ഹാഫിൽ റാഷ്ഫോർഡൊക്കെ ഒന്ന് ഉണർന്ന് കളിച്ചു. അതിന്റെ ഫലമായിട്ട് 4-2 വിജയം ഉണ്ടായിരുന്നു. ലെവൻഡോസ്കി താങ്കൾ ഇഞ്ചുറി ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ഹാട്രിക് അടിച്ച് പറയിപ്പിക്കാൻ പറ്റുമോ? ചങ്ങായിട്ട് ആ ഹെഡറാണ് എന്നെ അമ്പരപ്പിച്ചത്. ഏജീസ് ജസ്റ്റ് നമ്പർ എന്ന് പറയില്ലേ, അതേപോലത്തെ കളിയിൽ നിന്ന് പുറത്തെടുത്ത് പരുക്ക് കഴിഞ്ഞിട്ട് സീസണിൽ തിരിച്ചു വരികയാണ്. ഒരു കളിക്ക് തിരിച്ചു വരുമ്പോൾ ഹാട്രിക് അടിച്ചിട്ട് തിരിച്ചു വരുന്നു. അല്ലാതെ തിരിച്ചു വരും. മാനത്തെ വെച്ച് നോക്കിയിട്ടാണ് ഇന്ന് ആൾ പോയിട്ടുള്ളത്. അപ്പൊ ഇന്നത്തെ വിജയത്തോടു കൂടിയിട്ട് ബാഴ്സലോണയും റയൽ മഡ്രിഡുമായിട്ടുള്ള പോയിന്റ് വ്യത്യാസം 3 കുറയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു കാര്യമാണ്. എന്നാൽ റയൽ മഡ്രിഡ് റയോ വയക്കാനായിട്ടുള്ള മത്സരത്തിൽ 0-0 സമനിലയിൽ പിരിഞ്ഞുകൊണ്ട് കിട്ടണം ബാഴ്സലോണയ്ക്ക് ഈ ഒരു അവസരം വന്നു. അപ്പോൾ ഇന്നലത്തെ കളിയിൽ സങ്കടകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡിജോണിന് റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ട്. 2 യെല്ലോ കാർഡ് കിട്ടിയിട്ട് 93ാം മിനിറ്റിൽ രണ്ടാമത്തെ യെല്ലോ കാർഡ് കിട്ടുന്ന ആലോചിച്ച് നോക്കണം. 96 മിനിറ്റ് കളി ഉണ്ടായിരുന്നത്. അപ്പൊ 93 മിനിറ്റ് റെഡ് കാർഡ് കിട്ടിയിട്ട് ആൾ പുറത്തു പോകണം. അടുത്ത കളിക്ക് ഡിജോൺ ഉണ്ടാവില്ല. ഓൾറെഡി പെഡ്രി പരിക്കും അതേപോലെ തന്നെ റെഡ് കാർഡ് കിട്ടി പുറത്തു പോയി. പരിക്കിന് ശേഷം ഇനി ഡിസംബറിലേക്കാണ് പെഡ്രി തിരിച്ചു വരുന്നത്. അപ്പൊ ഇനി അടുത്ത കളിക്ക് ഓൾമോയും ഫെർമിനും നമ്മുടെ കസാഡോ ആയിരിക്കും തോന്നുന്നുണ്ട്. എന്താവും മിഡ്ഫീൽഡിന്റെ കഥ? ഇപ്പൊ തന്നെ ശോകമുഖമാണ്. എനിക്ക് ഓൾമോഡൊക്കെ കളി ഇന്ന് കണ്ടപ്പോ എന്തിനാണ് എത്ര ഷോട്ടുകളാണ് ഓൺ ടാർഗറ്റിലേക്ക് കിട്ടിയിട്ട് അങ്ങനെ അടിച്ച് ഏതൊക്കെയോ ഭാഗത്ത് ഈ കളിയെന്ന്. ഇപ്പൊ ബാഴ്സയുടെ പ്ലേയേഴ്സിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ റെസ്റ്റ് കിട്ടിയില്ലെങ്കിൽ നമുക്കിപ്പോ 2 യെല്ലോ കാർഡ് വാങ്ങിച്ച് റെഡും കാണിച്ച് വീട്ടിൽ പോയി 1 ദിവസം റെസ്റ്റ് എടുക്കാന്നുള്ള തീരുമാനിച്ചതുകൊണ്ട് ഇപ്പൊ റെഡിന്റെ അവസാനത്തെ കളി ഇവർക്കൊന്നും റെസ്റ്റ് കിട്ടുന്നില്ല. ഇപ്പൊ യമാലിന്റെ കാര്യം എടുത്ത് നോക്കിയാൽ അറിയാം. യമാലിന്റെ റെസ്റ്റ് ഇല്ല, ഡിജോണിന്റെ റെസ്റ്റ് ഇല്ല. ഇപ്പൊ ഫെർമിന് ഇപ്പൊ നല്ല കളിയിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഹൈപ്പിൽ കളിച്ചുകൊണ്ടിരിക്കുക. ഓരോ കളിയിലും നല്ല കോൺട്രിബ്യൂഷൻ, ഗോൾ കോൺട്രിബ്യൂഷൻ, അത് ഗോൾ സ്കോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആളിനിട്ട് പരമാവധി യൂസ് ചെയ്യാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഇറക്കുക. ഈ 4-2 ലീഡ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഒരു 85ാം മിനിറ്റ് ശേഷം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? അപ്പൊ ബാഴ്സ മാനേജ്മെന്റും കോച്ചും വിശ്രമം തരില്ലെങ്കിൽ നമ്മൾ സ്വയം വിശ്രമം എടുത്തോളാം എന്നാണ് ഇപ്പോ പ്ലേയേഴ്സ് എന്ന് വിചാരിക്കുന്നു. ഇതൊരു തമാശ രീതിയിൽ പറഞ്ഞാട്ടോ. അപ്പോ എനിക്ക് തോന്നിയൊരു കാര്യം പറഞ്ഞാണ്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വ്യത്യാസം ഉണ്ടായിരിക്കും. എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തായാലും ഇപ്പോൾ ഇന്ന് കുണ്ടയ്ക്ക് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വലിയ കാര്യം തന്നെയാണ്. എന്തായാലും റെസ്റ്റ് കൊടുക്കേണ്ട പ്ലേയേഴ്സിന് റെസ്റ്റ് കൊടുത്തേ പറ്റൂ. റൊട്ടേഷൻ നടക്കണം, ഇല്ലെങ്കിൽ പണി പാടും. എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ക്വാഡ് ഡെപ്തിന്റെയും അതേപോലെ പ്ലേയേഴ്സിന്റെ അവൈലബിലിറ്റി അതാണ്. ഇനിയിപ്പോൾ ഗ്രാസിയും അതേപോലെ റഫീനിയൊക്കെ അടുത്ത മത്സരത്തിൽ തിരിച്ചു വരുന്നുണ്ട് പറയുന്നുണ്ട്. അപ്പോൾ അവർ വന്നാലേ അറിയുള്ളൂ. അതേപോലെ ഷെസ്നിയുടെ ഇന്നത്തെ പെർഫോമൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ആള് കുറച്ച് വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഓഫ്ലൈൻ ട്രാപ്പ് എന്ന് പറയുന്ന സാധനം അത് ഗോൾ കീപ്പർക്ക് കുറച്ച് പണി തന്നെയാണ്. അത് ആക്റ്റീവ് ആയിരിക്കണം, എനർജറ്റിക് ആയിരിക്കണം. ഇരുന്നാൽ മാത്രമേ പരിപാടി നടക്കുള്ളൂ. എന്നിട്ടും ആള് അത്യാവശ്യം ആളുകളിൽ കഴിയുന്ന രീതിക്കൊക്കെ ഡിഫൻസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഈ ഇവരുടെ അറ്റാക്ക് സെൽറ്റ വിഗോ എന്ന് പറഞ്ഞാൽ നല്ല കോമ്പറ്റീഷൻ തരുന്ന ടീമുകളല്ല. ആ ലീഗ് നോക്കിക്കഴിഞ്ഞാൽ അവസാനത്തെ മത്സരങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 2-1, അതേപോലെ 3-2, 2-1 അങ്ങനെയൊക്കെ മത്സരങ്ങളിലാണ് ബാഴ്സ വിജയിക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. സെൽറ്റ വിഗോ നന്നായി ഫൈറ്റ് ചെയ്തിട്ട് അവരുടെ ഗ്രൗണ്ടിൽ പോയി ഫൈറ്റ് ചെയ്ത് വിജയിക്കുന്ന നല്ല പണിയാണ്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കളിയിൽ റാഷ്ഫോർഡിന്റെ കാര്യം എനിക്ക് എടുത്തു പറയണം. റാഷ്ഫോർഡ് 2 അസിസ്റ്റും തൂക്കിയിട്ടാണ്. ആളുടെ പെർഫോമൻസ് ആളുടെ ഫുൾ ഇതുവരെ ബാഴ്സലോണയ്ക്ക് എടുത്തിട്ടില്ല. പക്ഷെ ആളുടെ ഫുൾ എടുത്തു കഴിഞ്ഞാൽ ആളെ പിടിച്ചാൽ കിട്ടൂല കേട്ടോ. ഈ സീസണിൽ എനിക്ക് തോന്നുന്നു 8 അസിസ്റ്റുകൾ ടോട്ടൽ നേടിയിട്ടുണ്ട് ആള്. ഇപ്പൊ ചാമ്പ്യൻസ് ലീഗിൽ ഓൾ കോമ്പറ്റീഷനിൽ 8 അസിസ്റ്റുകൾ നേടിയിട്ടുണ്ട്, 6 ഗോളുകൾ നേടിയിട്ടുണ്ട്. ലാ ലീഗിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് നേടിയിരിക്കുന്ന ചങ്ങയാണ്. 6 അസിസ്റ്റുകൾ നേടിയിട്ടുണ്ട്. അത് വലിയ കാര്യം തന്നെയല്ലേ? അതേപോലെ തന്നെ ലെവൻഡോസ്കിയുടെ കാര്യം. ലെവൻഡോസ്കി ഇന്ന് പരിക്കടക്കം മാറിയിട്ട് തിരിച്ചു വന്നിട്ട് ഹാട്രിക് അടിച്ചിട്ടാണ് നിൽക്കുന്നത്. അതേപോലെ യമാലിന്റെ കാര്യം. ഇന്ന് പ്രസ്സിംഗിൽ യാതൊരു രക്ഷയില്ലാത്ത പ്രസ്സിംഗ് ആയിരുന്നു യമാലിന്റെ ഭാഗത്തുനിന്ന്. അതേപോലെ കുറെ ട്രിബിളിങ്, അതേപോലെ കുറെ ബോക്സിനുള്ളിലോട്ട് സെൽറ്റ വിഗോയുടെ ബോക്സിനുള്ളിലോട്ട് നുഴഞ്ഞ് കയറാൻ വേണ്ടി ചങ്ങായി അടിപൊളിയായിട്ട് കുറച്ച് മിസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ
ഇത് മനുഷ്യനല്ലേ, അപ്പൊ കുറച്ച് മിസ്സിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ കളിയിൽ ഇന്ന് ആള് ടോപ്പായിരുന്നു. യമാല് എന്ന് പറഞ്ഞ 10ാം നമ്പർ അർഹിക്കുന്നതിനുള്ള പെർഫോമൻസ് ആണ്. ആ റൈറ്റ് ഫുഡ് കൊണ്ടുള്ള ആ ഗോളൊക്കെ ഭയങ്കര രസമായിരുന്നു. എന്താന്ന് പറഞ്ഞാല് ഇപ്പൊ അവസാന മത്സരം ക്ലബ് വർക്സിനെതിരെയും ആള് ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു. ഈ മത്സരത്തിലും ഗോൾ അടിച്ചു. അതേപോലെ ഗോളിലുള്ള കുറെ ക്രിയേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മൊത്തത്തിൽ നോക്കുമ്പോൾ ഇന്നത്തെ കളി ഓക്കെയാണ്. പക്ഷെ ഫസ്റ്റ് ഹാഫിൽ പേടിച്ചു ശരിക്കും. എന്താന്ന് പറഞ്ഞാൽ ഗോൾ അടിക്കുന്നു തിരിച്ചടിക്കുന്നു, ഗോൾ അടിക്കുന്നു തിരിച്ചടിക്കുന്നു. അടുത്ത ക്ലബ് വർക്സ് ആയിട്ടുള്ള മത്സരം ഒന്നിലേക്ക് തോൽവി അല്ലെങ്കിൽ ഒരു സമനില. സെൽറ്റ വിഗോ എന്ന് പറഞ്ഞാൽ കുറച്ച് ഡേഞ്ചറാണ്. അവർ ആ ഓഫ്ലൈൻ ട്രാപ്പ് ഫസ്റ്റ് ഹാഫിൽ ബീറ്റ് ചെയ്യുന്ന രീതിയൊക്കെ നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എത്ര സുന്ദരമായിട്ട് ആ ഗോളൊക്കെ സ്കോർ ചെയ്തെന്ന് പറയാം. ഒരു രക്ഷയില്ല. അപ്പോ അവരോട് കളിക്കുമ്പോൾ കുറച്ച് ഇതായിട്ട് കളിക്കുക. അത് സെക്കൻഡ് ഹാഫിൽ അത് ഹൻസി ഫ്ലിക്കിന് മനസ്സിലായി. സെക്കൻഡ് ഹാഫിൽ അതിനനുസരിച്ചുള്ള കളി മെനയാൻ തുടങ്ങി. അതോടുകൂടി കുറച്ച് സ്മൂത്തായ കാര്യങ്ങൾ. അങ്ങനെ 4-2 വിജയം നേടിയിരിക്കണം. അപ്പൊ നമുക്ക് ഇവരുടെ സ്റ്റാറ്റസിലേക്ക് ഒന്ന് പോയാലോ. നമുക്ക് ഇവരുടെ സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞാൽ സെൽറ്റ വിഗോയുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ചാണ് മത്സരം നടന്നത്. സെൽറ്റ വിഗോ 6 ഷോട്ടുകൾ എടുത്തപ്പോൾ അതിൽ 4 ഓൺ ടാർജറ്റിലേക്ക് വന്നത്. ബാഴ്സലോണയ്ക്കോട്ടെ 20 ഷോട്ടുകൾ എടുത്തിട്ടുണ്ട്. അതിൽ 8 ഓൺ ടാർജറ്റ്. 20 ഒരു 5 നമ്മുടെ ഓൾമോയ്ക്ക് കിട്ടിയിട്ടുണ്ടാവും. അടി തന്നെ അടി, അത് എവിടേക്കാ പോകുന്നൊന്നുമില്ല. അടി കിട്ടിയ അടി തന്നെ. അതേപോലെ ബോൾ ഇന്ന് ആള് കുറച്ചുകൂടെ കൺട്രോളിൽ ആ ഒരു അറ്റാക്ക് എന്താ പെഡ്രിക്ക് ഉള്ള സമയമായിട്ടുള്ള ഒരു പെർഫോമൻസ് ഒന്നല്ല. അതിന്റെ എഫക്റ്റ് എത്തുന്നില്ല. എന്താ പറഞ്ഞാൽ ഡിജോണിന് ഇപ്പൊ ഡിജോൺ ടയർഡാണ്. എന്താണ് ഡിജോൺ ആ ഫുൾ ടൈം ബോൾ ഹോൾഡ് ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പെട്രിയും ഡിജോണായിട്ടുള്ള കോംബോ പോലെ വർക്ക് ആവുന്നില്ല. കസാഡോവ് കുറച്ചുകൂടി മെറ്റാണ്. പക്ഷേ ഈ ഓൽമോനെ കൊണ്ട് അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ്. അതുകൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. 37% പൊസിഷൻ ഉണ്ടായിരുന്നു സെൽറ്റ വിഗോയ്ക്ക്. 63% ബാഴ്സലോണയുടെ ബോൾ പൊസിഷൻ ഉണ്ടായിരുന്നു. 359 പാസുകൾ സെൽറ്റ വിഗോ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 654 പാസുകൾ ബാഴ്സലോണ കംപ്ലീറ്റ് ചെയ്തു. 81% പാസിംഗ് അക്യുറസി ഉണ്ടായിരുന്നു. 95% പാസിംഗ് അക്യുറസി ഉണ്ടായിരുന്നു നമ്മുടെ ബാഴ്സലോണയ്ക്ക്. 12 ഫൗൾസ് കമ്മിറ്റ് ചെയ്തപ്പോൾ 11 ഫൗൾസ് എവിടെയും കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു യെല്ലോ കാർഡ് സെൽറ്റ വിഗോയ്ക്ക് കിട്ടിയപ്പോൾ 4 യെല്ലോ കാർഡ് നമ്മുടെ ബാഴ്സലോണയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു റെഡ് കാർഡും ബാഴ്സലോണയ്ക്ക് കിട്ടിയിട്ടുണ്ട്. 5 ഓഫ് സൈഡ് അവിടെ ട്രാപ്പിൽ പെട്ടിട്ടുണ്ടായിരുന്നു സെൽറ്റ വിഗോ. അതേപോലെ 2 കോർണേഴ്സ് സെൽറ്റ വിഗോ വിൻ ചെയ്തപ്പോൾ 5 കോർണേഴ്സ് ആണ് ഇവിടെ ബാഴ്സലോണ വിൻ ചെയ്തത്. പിന്നെ കുറച്ച് റഫറിയുടെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ഫൗൾസുകളൊക്കെ ഫസ്റ്റ് ആ ഡിജോണിനെയൊക്കെ വലിച്ചിടുന്ന സെൽറ്റ വിഗോയുടെ അറ്റാക്കർ ആ ഗോൾ സ്കോർ ചെയ്ത ചങ്ങായി വലിച്ചിട്ടിട്ട് വരെ ആ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ബാക്കിൽ നിന്ന് വലിച്ചുകൊണ്ടിരിക്കുന്നു ഡിജോണിനെ. അപ്പോൾ ഡിജോണിന്റെ കൈ ആളുടെ തലയിൽ തട്ടുന്നുണ്ട്. അത് കാരണം അത് യെല്ലോ കാർഡിൽ കൊടുത്തില്ല. ഒരാളെ പിടിച്ചു നിർത്തുമ്പോൾ ആൾ ഓടാൻ ശ്രമിക്കുമ്പോൾ കൈ തട്ടിയതാണ്. ഇങ്ങനെ കുറെ റൂളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഫുട്ബോളിന്റെ കാര്യത്തിൽ. അത് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇന്നലത്തെ നടന്ന അതേപോലെ തന്നെ ലിവർപൂൾ വിസസ് മാഞ്ചസ്റ്റർ സിറ്റി മത്സരത്തിൽ ആ ഗോളിന്റെ കാര്യവും അതേപോലെ ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. റൂൾസും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ എന്നാൽ ആ റൂൾസിന് കുറച്ച് നമ്മൾ സാധാരണക്കാർ കാണുമ്പോൾ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ 12 റൗണ്ട് ലാ ലീഗ് മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 10 വിജയവും 1 ഡ്രോയും 1 തോൽവി അടക്കം 31 പോയിന്റുമായി റയൽ മാഡ്രിഡിന് മുന്നിൽ 3 പോയിന്റ് വ്യത്യാസത്തിലാണ് ബാഴ്സ നിൽക്കുന്നത്. ബാഴ്സ 12 മത്സരങ്ങളിൽ നിന്ന് 9 വിജയവും 1 സമനിലയും 2 തോൽവി അടക്കം 28 പോയിന്റുമായിട്ട് 2ാം സ്ഥാനത്തുണ്ട്. 3ാം സ്ഥാനത്തുള്ള വില്യാരലാണ് 8 വിജയവും 2 തോൽവിയും 2 സമനിലയായിട്ട് 26 പോയിന്റുമായിട്ടുണ്ട്. അത്ലറ്റിക്കോ മാഡ്രിഡ് 4ാം സ്ഥാനത്തുണ്ട് 7 വിജയവും 4 സമനിലയും 1 തോൽവി അടക്കം 25 പോയിന്റുമായിട്ടുണ്ട്. 5ാം സ്ഥാനത്തുള്ള റയൽ ബെറ്റീസ് ആണ് 5 വിജയവും 5 സമനിലയും 2 തോൽവി അടക്കം 20 പോയിന്റുമായിട്ട് സെൽറ്റ വിഗോ ഉണ്ട്. അപ്പോൾ വലിയ വ്യത്യാസങ്ങളില്ല. 31, 28, 26, 25. അപ്പോൾ 4 സ്ഥാനത്തിനുള്ള പോരാട്ടം കടുക്കും. അപ്പൊ എന്തായാലും റയൽ മാഡ്രിഡിന്റെ എപ്പം പിടിക്കാൻ ബാഴ്സലോണ പിന്നിൽ തന്നെ ഉണ്ട്. എന്തായാലും ഇനിയും ഒരുപാട് മത്സരങ്ങൾ ബാക്കിയുണ്ട്. അപ്പൊ കാത്തിരുന്ന് കാണാൻ ആരായിരിക്കും ചാമ്പ്യന്മാരാകുന്നത്. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതോടുകൂടി വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.